നമസ്കാരം. PSC ടെക്സ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് നമ്മുടെ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എന്താണ്? വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടിയാണ് ഏത്? സ്വീപ്പ് അല്ലേ? സ്വീപ്പ്. ഏത് സ്വീപ്പ്? ഇംഗ്ലീഷിലാണെങ്കിൽ SVEEP സ്വീപ്പ്. എങ്കിൽ ഈ സ്വീപ്പിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ പറയണം സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ എന്നാണ്. എന്താണ് സ്വീപ്പിന്റെ ഫുൾ ഫോം? സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ ആണ്. എങ്കിൽ എന്താണ് സ്വീപ്പ് എന്ന് പറഞ്ഞാൽ? വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടിയാണ് കൂട്ടുകാരെ സ്വീപ്പ് അല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണിത് KYC. ഏതാണ്? KYC. എന്താണ് KYCന്റെ ഫുൾ ഫോം? പൂർണ്ണരൂപം? KYC ആപ്പ് അല്ലേ? ആപ്ലിക്കേഷനാണ് KYC ആപ്പ്. എങ്കിൽ KYCയുടെ പൂർണ്ണരൂപം എന്താണ്? നോ യുവർ കാൻഡിഡേറ്റ്സ് എന്നാണ്. നോ യുവർ കാൻഡിഡേറ്റ്സ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പം ഇതാണ് KYC. എന്താണ് KYC ആപ്പ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് KYC ആപ്പ്. KYCയുടെ പൂർണ്ണരൂപം നോ യുവർ കാൻഡിഡേറ്റ്സ് എന്നാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് സമത എന്ന് പറഞ്ഞാൽ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരകയാണ് ഏതിടാ? സമത. എന്താണ് സമത എന്ന് പറഞ്ഞാൽ? ലോക്സഭ സമത. ഓക്കെ എന്താണ് സമത? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരകയാണ് സമത. ഓക്കെ. എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധ പോർട്ടൽ. എന്താണ് സുവിധ പോർട്ടൽ? ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധ പോർട്ടൽ. എങ്കിൽ സമത എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരകയാണ് സമത. ഓക്കെ അല്ലേ? ഇനി എന്താണ് എൻകോർ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് എൻകോർ. എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് എൻകോർ അല്ലേ? എൻകോർ. എങ്കിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇനിയോ EZ കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ പറയണം രാജീവ് കുമാർ എന്നാണ്. EZ കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PW ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട പാരാ അമ്പെയ്ത്ത് താരമാണ് ആര്? ശീതൽ ദേവി. ആരാണ്? ശീതൽ ദേവി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കൺ, അതായത് നാഷണൽ PWD ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട പാരാ അമ്പെയ്ത്ത് താരമാണ് ശീതൽ ദേവി എന്നും ഓർത്തു വെക്കുക. ഇനി ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? അത് ഗോപി ചന്ദ് തോട്ടക്കുറ. ബ്ലൂ ഓറിജിന്റെ ന്യൂ ഷെപ്പേർഡ് ബഹിരാകാശ പേടകത്തിൽ യാത്ര പൂർത്തിയാക്കിയല്ലേ? രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ ആരും ചോദിച്ചാൽ പറയണം ആരാണ്? അത് ഗോപി ചന്ദ് തോട്ടക്കുറ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 ഏപ്രിൽ നടന്ന ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് ദോസ്തി 16 എന്ന്. ദോസ്തി 16. എന്താണ്? 2024 ഏപ്രിൽ നടന്ന ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത
സംയുക്ത നാവിക അഭ്യാസമാണ് ദോസ്തി 60. ഓക്കെ അല്ലേ? ഞാൻ ഒന്നും കൂടി ഞാൻ പറയാം. ഓക്കെ, ഇപ്പം എന്താണ് സ്വീപ്പ് എന്ന് പറഞ്ഞാൽ? സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അല്ലേ? എന്താണ് സ്വീപ്പ്? സ്വീപ്പിന്റെ എന്താണ് സ്വീപ്പ്? വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടിയാണ് സ്വീപ്പ്. ഇനി നോ യുവർ കാൻഡിഡേറ്റ്സ് ഏതിന്റെ പൂർണ്ണരൂപമാണ്? KYC. എന്താണ് KYC ആപ്പ് എന്ന് പറഞ്ഞാൽ? ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് KYC ആപ്പ്, നോ യുവർ കാൻഡിഡേറ്റ്സ്. ഓക്കെ, എങ്കിൽ സമ്മത എന്താണ്? ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരകയാണ് ഏതിടാ? സമത. എങ്കിൽ സുവിധാ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധാ പോർട്ടൽ. ഓക്കെ, എങ്കിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് എൻകോർ. ഓക്കെ, എങ്കിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇനി ഈ രാജീവ് കുമാറിന്റെ പ്രത്യേകത Z കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്യനായി തിരഞ്ഞെടുക്കപ്പെട്ട പാരാ അമ്പെയ്ത്ത് താരമാണ് ശീതൽ ദേവി എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക. ഇനി ഈ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഏത്? ഗോപി ചന്ദ് തോട്ടക്കുറ. ഇനിയോ ഗോപി ചന്ദ് തോട്ടക്കുറ APS ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ പറയണം, രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് രാകേഷ് ശർമ്മയാണെന്നും കൂടി ഓർത്തു വെക്കുക. അതും കൂടി ഓർത്തു വെക്കുക. PSC ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി തുടർന്നും ഇതിൻ്റെ ബാക്കി എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. PSCയുടെ സ്പെഷ്യൽ എഡിഷൻ ആണ്, ഓർത്തു വെക്കുക. ഇനി 2024 ഏപ്രിലിൽ ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെയും സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് ദോസ്തി 60. ചിലപ്പോൾ PSC ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ദോസ്തി 60 എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള എന്താണ് സംയുക്ത സൈനിക അഭ്യാസമാണെന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക. ഏതൊക്കെയാണ്? ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേടാ? യെസ്. അപ്പം നിങ്ങൾ എന്താക്കുക, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, അല്ലെങ്കിൽ എത്തരത്തിലാണ് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? നിങ്ങളുടെ സപ്പോർട്ട്സാണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. എന്താണ്? ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്നും കൂടി ഓർത്തു വെക്കുക. ഇനി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ചൈനയല്ലടാ, ഏതാണ്? ഇന്ത്യയാണ്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചോദിച്ചാൽ പറയണം അത് നമ്മുടെ ഇന്ത്യയാണ്. എങ്കിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം ഏതാണ് കൂട്ടുകാരെ? അത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. എവിടെയാണ്? ഡൽഹിയിലല്ലേ? ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏതിടാ? നമ്മുടെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം. കിട്ടിയില്ലേടാ? ഇനി ഇന്ത്യയിൽ നിന്നും എന്താണ് ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇനി സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് സഞ്ജന സംഘി. എന്താണ്? സഞ്ജന സംഘി. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആര് ചോദിച്ചാൽ പറയണം അത് സഞ്ജന സംഘിയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ ഏത് സൈനിക നടപടിയാണ് 2024 40 വയസ്സ് പിന്നിട്ടത്? ഓപ്പറേഷൻ മേഘദൂത്. ഏത് പിടിച്ചെടുക്കാൻ? സിയാച്ചിൽ പിടിച്ചെടുക്കാൻ അല്ലേ? ഏത് വർഷമാണ്? 1984 ഓർത്തു വെക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയെ സിയാച്ചിൽ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ ഏത് സൈനിക നടപടിയാണ് 2024 40 വയസ്സ് പിന്നിട്ടെന്ന് ചോദിച്ചാൽ പറയണം ഓപ്പറേഷൻ മേഘദൂത് ആണ്. ഇനി ടൈം മാഗസീൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട
ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് ആര്? സാക്ഷി മാലിക്. ആരാണ്? സാക്ഷി മാലിക്. ടൈം മാഗസിൻ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് സാക്ഷി മാലിക് എന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ്, ടൈം മാഗസീൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ആരെന്ന് ചോദിച്ചാൽ ആരെ പറയും? അത് ആലിയ ഭട്ടാണ്. ആരാണ്? ആലിയ ഭട്ട്. ടൈം മാഗസീൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഇന്ത്യൻ ഗുസ്തി താരം സാക്ഷി മാലിക് ഒന്നും കൂടി ഓർത്തു വെക്കുക. ഞാനൊന്നും റിപ്പീറ്റേഷൻ ചെയ്യട്ടെടാ. അപ്പം ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിന്റെ പേരാണ് ബ്രഹ്മോസ്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജന സംഘി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള സിയാച്ചിൻ യുദ്ധഭൂമി പിടിച്ചെടുക്കാൻ 1984 നടത്തിയ ഏത് സൈനിക നടപടിയാണ് 2024 40 വയസ്സ് പിന്നിട്ട് ചോദിച്ചാൽ പറയണം ഓപ്പറേഷൻ മേഘദൂത്. ചിലപ്പം ഏത് വർഷമാണെന്ന് ചോദിക്കാം. 1984 ആണെന്നും കൂടി ഓർത്തു വെക്കാം. ടൈം മാഗസീൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഗുസ്തി താരം സാക്ഷി മാലിക്കും ബോളിവുഡ് നടി ചോദിച്ചാൽ പറയണം അത് ആലിയ ഭട്ടാണ്. ആരാണ്? ആലിയ ഭട്ടും കൂടിയാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തീരദേശ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്താനായി സാഗർ കവച് സമുദ്ര സുരക്ഷാ അഭ്യാസം നടത്തിയത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. എവിടെയാണ്? ലക്ഷദ്വീപിൽ. തീരദേശ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്താനായി സാഗർ കവച് സമുദ്ര സുരക്ഷാ അഭ്യാസം നടത്തിയത് ലക്ഷദ്വീപിലാണെന്ന് ഓർത്തു വെക്കാം. ഇനി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അത് നരേന്ദ്രമോദി. ആരാണ്? നരേന്ദ്രമോദി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലേ. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന. എന്താണ് PM കുസും യോജന? എന്താണ്? ഓർത്തു വെക്കണേ. എന്താണ്? രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന. നെക്സ്റ്റ് ആണ്, ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന അവകാശ ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി ഏതാണ്? അത് ബോംബെ ഹൈക്കോടതിയാണ്. ഏത് ഹൈക്കോടതിയാണ്? ബോംബെ ഹൈക്കോടതി അല്ലേ. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി ഏതാണ് കൂട്ടുകാരെ? അത് ബോംബെ ഹൈക്കോടതി. ഇനി ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടെർമിനൽ എൻട്രിയും സെക്യൂരിറ്റി ക്ലിയറൻസും തടസ്സരഹിതവും കടലാസ് രഹിതവുമാക്കാൻ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനമാണ് ഡിജി യാത്ര. എന്താണ്? ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടെർമിനൽ എൻട്രിയും സെക്യൂരിറ്റി ക്ലിയറൻസും തടസ്സരഹിതവും കടലാസ് രഹിതവുമാക്കാൻ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനമാണ് ഡിജി യാത്ര അല്ലേ. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10ാം സ്ഥാനം. എങ്കിൽ 1ാം സ്ഥാനത്ത് ഏതാണ്? റഷ്യയാണ് അല്ലേ. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10, 1ാം സ്ഥാനത്ത് റഷ്യയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനി പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ വിപത്തിനെ ചെറുക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൻ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ വിപത്തിനെ ചെറുക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൻ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇനി ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്സാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന? അപ്പം ചൈനയുടെ ഭൂപടത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് നമ്മൾ വാർത്തകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ.
അരുണാചൽ പ്രദേശാണ്. അപ്പം സാങ്സാൻ എന്ന പേര് നൽകിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിനാണ്. ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനാണ് ആര് സോനം വാങ്ചുങ്. ആരാണ്? സോനം വാങ്ചുങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം വാങ്ചുങ് എന്ന് ഓർത്തു വെക്കുക. ഒന്നും കൂടി ഞാൻ റിവിഷൻ ചെയ്യാം. തീരദേശ സുരക്ഷാ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായി സാഗർ കവച് സമുദ്ര സുരക്ഷാ അഭ്യാസം നടത്തിയത് എവിടെയാണ്? അത് ലക്ഷദ്വീപിലാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പറയണം അത് നരേന്ദ്രമോദിയാണ്. എങ്കിൽ PM കുസും യോജന എന്താണ്? PM കുസും യോജന രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന അല്ലേ. എങ്കിൽ ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതി അല്ലേ. എങ്കിൽ ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടെർമിനൽ എൻട്രിയും സെക്യൂരിറ്റി ക്ലിയറൻസും തടസ്സരഹിതവും കടലാസ് രഹിതവുമാക്കാൻ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനമാണ് ഡിജി യാത്ര. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 10 ആണ്. 1-ാം സ്ഥാനം റഷ്യയാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ വിപത്തിനെ ചെറുക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇനി ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അത് അരുണാചൽ പ്രദേശിനാണ്. ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം വാങ്ചുക്. ഓക്കെ, അതും കൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് അഗ്നിബാൺ. എന്താണ്? സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. ഓക്കെ, എങ്കിൽ 2024 അന്തരിച്ച ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സിനിമ, തമിഴ് സിനിമ നടനാണ് ബാലാജി അല്ലേ. 2024 അന്തരിച്ച ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സിനിമ. ഇനിയോ, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇറ. സംവിധാനം സാം ഭട്ടാചാര്യയാണ്. എന്താണ്? ഇറ, IRAH എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇറ. സംവിധായകൻ സാം ഭട്ടാചാര്യ. GI ടാഗ് ലഭിച്ച കത്തിയ ഗെഹു എന്ന ഗോതമ്പ് ഇനം ഏത് സംസ്ഥാനത്തിലാണ്? അത് ഉത്തർപ്രദേശ്. ദുരം ഗോതമ്പ് എന്നും അറിയപ്പെടുന്നു. ഇതാണ് GI ടാഗ് ലഭിച്ചത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. GI ടാഗ് ലഭിച്ച കത്തിയ ഗെഹു എന്ന ഗോതമ്പ് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. എവിടെയാണ്? ഉത്തർപ്രദേശ്. ഇനിയോ, 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരാണ് മുഖി. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് ഏത്? മുഖി എന്ന ചീറ്റക്കുഞ്ഞല്ലേ. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരാണ് മുഖി. ഓക്കെ, ലോകത്ത് ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് രാജസ്ഥാനിലെ പാലിയിലാണ്. എവിടെയാണ്? രാജസ്ഥാനിലെ പാലി. ലോകത്ത് ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം, ഓം ശിവ മന്ദിർ നിലവിൽ വന്നത് രാജസ്ഥാനിലെ പാലിയിലാണ്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ. എവിടെയാണ്? IIT ബോംബെ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെയിലാണ്. ഓക്കെ അല്ലേ. ഇനി കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പടുത്ത ബെൽറ്റ് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലാണ്. എന്നാണ് കേരള സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പടുത്ത ബട്ട് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ആരാണ്? ദേവിക. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക.
നെക്സ്റ്റ് ആണ് കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹ രംഗത്തെ സംവിധായകനുള്ള പിയർ ആഞ്ചിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹനാണ് സന്തോഷ് ശിവൻ. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ കൂടിയാണ് ആര്? സന്തോഷ് ശിവൻ അല്ലേ. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആഞ്ചിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹകനാണ് സന്തോഷ് ശിവൻ. പ്രത്യേകത, ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? സന്തോഷ് ശിവൻ. ഒന്നുകൂടി ഞാൻ പറയാം. എന്താണ് അഗ്നിബാൺ? സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. 2024 അന്തരിച്ച ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? സിനിമ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇറ. സംവിധാനം സാം ഭട്ടാചാര്യാണ്. GI ടാഗ് ലഭിച്ച കത്തിയ ഗെഹു എന്ന ഗോതമ്പ് ഇനം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. ഇവിടെയാണ് ഉത്തർപ്രദേശ്. കത്തിയ ഗെഹു ഉത്തർപ്രദേശ്. ഇത് ദുരം ഗോതമ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞ് നൽകിയ പേരാണ് മുഖി. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് ചീറ്റക്കുഞ്ഞ് പിറന്നതെന്നും ഓർത്തുവെക്കാം. ഓക്കെ അല്ലേ. ലോകത്ത് ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് പാലി, രാജസ്ഥാനിലെ പാലിയിലാണ്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പടുത്താഭേട്ട് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലും. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആഞ്ചിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹൻ സന്തോഷ് ശിവനാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. തുടർന്നും എന്താണ് വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം. ബൈ. സീ യു.